പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ അൺബോക്സിംഗ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. എന്നാൽ ലേറ്റസ്റ്റ് അല്ല, ഒരു ഒരെണ്ണം ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ X3 ആണ് ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്ത് ഡിലേ ആയിപ്പോയി വന്നപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആവാത്തത്. ലേറ്റസ്റ്റ് വരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ പോക്കോ X3. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വരാൻ ഡിലേ ആയായിരുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഡിലേ ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റാത്തത്. ഒത്തിരി വരാൻ താമസിച്ചു, ഞാനും ഒത്തിരി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് കേസിങ് എല്ലാം വരുന്നത്. ഞാൻ ആദ്യം നോക്കിയായിരുന്നു, എന്നാലും നമുക്ക് വീഡിയോ എടുക്കുവാണ്. സോ ആണ് നമ്മുടെ കവറിങ് എല്ലാം വന്നാണ്. നമുക്ക് ഈ കവറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മളിതൊന്നും കളഞ്ഞേക്കാം. മാറ്റി വെച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ പോക്കോ X3 റിയാലിറ്റി ഫ്ലോ 120 Hz. നമ്മുടെ മെയിൻ സാധനമാണ് ഇവിടെ വരുന്നത്. നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇന്ത്യാസ് നമ്പർ 1 ആണ്. ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോക്കോ X3 കാണാം നമുക്ക്. ബാക്ക് സെക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 732G ഗെയിമിങ്ങിനൊക്കെ പൊളി സാധനം എന്ന് തന്നെ പറയാം. ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി. ഇപ്പോൾ ഗെയിം കളിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഹീറ്റിംഗ് പ്രോബ്ലംസും വരത്തില്ല. ഇനി 6000 mAh ബാറ്ററി ലൈഫ് വളരെ എക്സ്ട്രീമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ബാറ്ററി ലൈഫ് നോക്കിയാണ് മേടിക്കുന്നത്. ഈ ഫോണിൽ നല്ലതാണ്. അടുത്ത ഫ്ലാഗ്ഷിപ്പ് ലെവൽ 64 MB ക്വാഡ് ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ ഇനി ക്യാമറ നോക്കുന്ന ആൾക്കാരാണ്, അവർക്കും ബെറ്റർ ആണ്, സൂപ്പർ സാധനമാണ്. അടുത്ത റിയാലിറ്റി ഫ്ലോ 120 Hz ഡിസ്പ്ലേ, ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഒന്നും പറയണ്ട, നമുക്ക് കാണാമല്ലോ. ഇനി നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം ഗായ്സ്. സോ ഗായ്സ്, നമുക്ക് കാണാം, എന്താ പോക്കോ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. പോക്കോ. നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് തുറന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ കവർ ആദ്യം നോക്കാം. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് കവറും മാനുവലും അതും ഇതുമൊക്കെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കേസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ട് നമ്മുടെ ഒപ്പോയുടെ കൂട്ടത്തെ ഒരു കോപ്പി അടിച്ച കവറാണ് ഇതിനും വരുന്നത്. കണ്ടോ, ഒരു തുറക്കുന്ന സാധനമുണ്ട്, കണ്ടോ. വാട്ടർ പ്രൂഫിങ്ങിൻ്റെയാണ് സംഗതി. ഇതിൻ്റെ കവറും കളഞ്ഞേക്കാം. അടുത്ത് നമുക്കിതിനകത്ത് നമുക്ക് സാധാരണ പോലെ തന്നെ പിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ പിന്നാണിത്, കാണാൻ പറ്റും. അതാണ് നമ്മുടെ പിന്ന്. ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് കവർ മാറ്റി നോക്കാം. ഓയാ, കൊള്ളാം, അടിപൊളി, കാണാൻ പറ്റും, നല്ലതാണ്. അതുകൊണ്ട് ഇത്തിരി തിക്നെസ് ശകലം കൂടുതലാണ്, എന്നാലും നമുക്ക് കാണാൻ പറ്റും. ക്യാമറ കണ്ടോ, നമുക്ക് കണ്ടോ, നല്ല ഷൈനിങ് അപ്പിയറൻസ് ആണ്. ബാക്കെല്ലാം ഷൈനിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടോ, പോക്കോ പൊളി. ബ്ലാക്കാണ്, ഞാൻ ബ്ലാക്കാണ് ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്, സൈഡ് ഫിംഗർ പ്രിൻ്റാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ക്യാമറ സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും, ആണ് നമ്മുടെ ക്യാമറ സെക്ഷൻ. ഇനി നമുക്ക് ഓണാക്കി നോക്കാം ഗൈസ്. ഓണാക്കാം. നമുക്ക് വേണ്ട, നമ്മളിതെല്ലാം സെറ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്മെല്ലാം ഞാൻ ഇട്ടായിരുന്നു. ഇപ്പോൾ 73% ഉണ്ട് ഗൈസ്. നമുക്ക് 120 Hz ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും, നല്ല സ്മൂത്താണ്, കണ്ടോ, സ്മൂത്ത് പൊളി. ഫോൺ നല്ല റിയാക്ഷനാണ് നമുക്ക് തരുന്നത്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാമറ സെക്ഷൻ നോക്കാനുണ്ട് അല്ലേ. ക്യാമറ സെക്ഷൻ നമുക്ക് നോക്കാം. ക്യാമറ സെക്ഷനകത്ത് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ മോഡുണ്ട്, വീഡിയോ ഉണ്ട്, ഫോട്ടോയ്ക്ക് നമുക്ക് നിസ്സാര സൂമിങ് ഒന്നുമല്ല, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 10x സൂമാണ് വരുന്നത്. സ്നൈപ്പർ സൂമാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത പോർട്രേറ്റ് മോഡുണ്ട്, മോറിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അല്ലാതെ നോക്കിയാൽ കാണാൻ പറ്റും. പോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ വരുന്നതാണ്. ഇതിനകത്ത് എടുത്ത കുറേ ഫോട്ടോ.
ഇതാണ് നമ്മുടെ സിം സ്ലോട്ട് സെക്ഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മുടെ ഈ സാധനം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ പിൻ ഒരിക്കലും കളയല്ല ഗൈസ്. ഇത് കളയാൻ ഒരിക്കലും പാടില്ല. ഇതിൻ്റെ തന്നെ പിൻ യൂസ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇത് ഞാൻ നിങ്ങളെ ശരിയാക്കും പറഞ്ഞേക്കാം. നമുക്കിതൊന്ന് പിന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. തുറന്നാൽ മതിയായിരുന്നു. തുറന്നു കേട്ടോ. യെസ്, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് സിം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കണ്ടോ താഴെ പോയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഒരു സിം ഒരു മെമ്മറി കാർഡ് അല്ല 2 സിം ഇടാവുന്നതാണ്. അപ്പോൾ എനിക്ക് സിം മെമ്മറി കാർഡിൻ്റെ ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 GB ആണ് ഞാൻ വേരിയൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആവശ്യം വരില്ല. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ സിം കാർഡിൻ്റെ സെക്ഷൻ, ചാർജിങ് സെക്ഷനാണ് നോക്കാൻ പോകുന്നത്. കാണാൻ പറ്റും, ഒരു നല്ല സൈസുള്ള സാധനമാണ്. കൂട്ടത്തിൽ നല്ല വെയിറ്റും ഉണ്ട് ഗൈസ്. നമ്മുടെ സാധനം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. നല്ല അപ്പിയറൻസ് ഒക്കെയാണ് കിട്ടുന്നത്. നല്ല സൈസാണ് കേട്ടോ, നല്ല കനവുക, നല്ല കട്ടിയുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കേബിൾ നമുക്ക് വരുന്നത് C ടൈപ്പാണ് വരുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്കിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കുന്നത്. സോ നമുക്കൊന്ന് കാണാം. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതാണ്, നമുക്ക് നോക്കാം. തൊട്ടു ഫാസ്റ്റ് അൺലോക്കിംഗ് ആണ് കേട്ടോ, കാണാൻ പറ്റും. ഞാൻ തൊട്ട് കാണാൻ നിങ്ങൾക്ക് ഇട്ട് നോക്കാം, ബാക്ക് അടിച്ച് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓപ്പൺ ആയി കഴിഞ്ഞു. അടുത്ത ഇനി നമുക്ക് അല്ലാതെ അൺലോക്ക് ചെയ്ത് നോക്കാം. ഫേസ് അൺലോക്കും ഫാസ്റ്റ് ആണ് ഗൈസ്. ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് കാണിച്ച ഉടനെ തന്നെ ഓപ്പൺ ആയി. ഓപ്പൺ ആയി. എൻ്റെ ഫേസ് കാണുന്ന സമയത്ത് തന്നെ ഓപ്പൺ ആകുന്നുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഫോണുകളിലൊക്കെ ഫേസ് അൺലോക്കിന് ഒരു ഫേസ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒന്നിൽ കൂടുതൽ പറ്റുമെന്നാണ് പറയുന്നത്. അതൊരു നല്ല പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നമ്മളിന്ന് പോക്കോ X3 ആണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്തെ കുറേ കാര്യങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വിട്ടുപോയ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ C-to-C ചാർജിങ് സപ്പോർട്ടിങ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് 6000 mAh ഉള്ളതുകൊണ്ട് ബാക്കി ഫോണിലൊക്കെ നമുക്ക് ചാർജ് സപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പവർ ബാങ്ക് പോലെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ കനം കൂടുതലും പിന്നെ ഇത്തിരി ഭാരവും കൂടുതലും നമുക്ക് തോന്നുന്നു. എനിക്കറിയില്ല, എന്നാലും അങ്ങനെ തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ്. നമ്മൾ വൈബ്രേഷൻ്റെ കാര്യം, ഒരു ചെറിയ വൈബ്രേഷൻ വരും, പക്ഷെ അത് നല്ലതാണ്, ബാസ് കൂട്ടുന്നതാണെന്നാണ് കമ്പനി പറയുന്നത്. നല്ല സൗണ്ട്, നല്ല സൂപ്പർ ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇത് വൈബ്രേഷൻ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിനകത്ത് 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു 120 Hz ഡിസ്പ്ലേ പൊളി, ഒന്നും പറയാനില്ല, മാരക സാധനമാണ്. നമുക്ക് റിയാലിറ്റി ഫ്ലോ ആണ് നമുക്ക് 120 Hz കിട്ടുന്നത്. പൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് റിയാലിറ്റി ഫ്ലോ ഉള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് പറഞ്ഞു വരുവാണെങ്കിൽ സ്റ്റോറേജ് 6 GB 128. നമുക്ക് അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ ഡൗൺലോഡൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ്. ഗെയിമിങ്ങിന് പൊളി, ഒന്നും പറയാനില്ല, പൊളി സാധനമാണ്. ഒറ്റ കോറാണ്, 8 കോറുണ്ട്. അപ്പോൾ നല്ലതാണ്, നല്ല പ്രോസസ്സിങ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബേസിക്കലി ഗെയിമേഴ്സിനൊക്കെ സൂപ്പറാണ്. ഞാൻ ബേസിക്കലി സ്നാപ്ഡ്രാഗൺ നോക്കിയാണ് മേടിച്ചത്. അപ്പോൾ 732G എന്ന് കണ്ടപ്പോഴേ ഉറപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ 732G ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യണം, തീർച്ചയായിട്ടും മേടിക്കണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ബേസിക്കലി എനിക്കിത് ഭയങ്കരമായിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടു, പൊളിയാണ് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. സോ ബൈ. സ്റ്റാർട്ട് ചെയ്തോ, കട്ട് ചെയ്യാൻ. സോ നമ്മളിന്ന് അൺബോക്സ് ചെയ്തത് പോക്കോ X3 ആണ്. ഹായ്, ഹലോ. അതൊക്കെ എനിക്ക് ചെയ്യാൻ Go corona, go.
ആവശ്യമില്ല. ചാർജിങ്ങിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എന്തോ അടി ഇവളുടെ സെൻസർ എല്ലാം അടിച്ചു പോയി ചേച്ചി. എടി ബോഡി കൊണ്ടേ വെക്ക് ഒന്നുമില്ല കേട്ടോ.